ഇത് കത്തുന്നില്ല. ഈ മെഴുകുതിരി കത്തണില്ല. ഞാൻ കുറേ നേരമായി നോക്കണം, ഒരു 10 മിനിറ്റായി നോക്കണം ഇതൊന്ന് ശരിയായിട്ട് ഒന്ന് കത്തിച്ച് വീഡിയോ ഒക്കെ എടുക്കാന്ന്. പക്ഷെ ഇത് കത്തണില്ല. അതിനൊന്ന് കത്താൻ യോഗ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അത് അങ്ങനെ ആവട്ടെ, നമുക്കത് പിന്നെ ശരിയാക്കാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ക്രിസ്മസ് ആണ്, ഡിസംബർ 25-ാം തീയതിയാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസും ഒരു അടിപൊളി ന്യൂ ഇയറും ഞാൻ ആശംസിക്കുന്നു. 2025 എല്ലാം ശരിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫുഡ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. 11 മണിയായി, 11:30 നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി വേണം ചെയ്യാൻ. അപ്പോ അതൊക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ ഇന്നലെ നമ്മളിവിടെ ഒരു ക്രിസ്മസ് ട്രയൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പുൽക്കൂടില്ലേ, അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതേപോലെയല്ല, എന്നാലും കുറച്ചൊക്കെ ലൈറ്റും അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വായോ. അപ്പോഴേക്ക് നമുക്ക് ചെറിയ കട്ടിങ്ങും പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. ക്രിസ്മസ് ആയിട്ട് നമുക്ക് ക്യാപ്പ് വെക്കാം. അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ. കമോൺ. ട്രഫോർഡ് സെൻറ്ററിലുള്ള ഈ ഒരു ക്രിസ്മസ് ട്രയൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ഈവിൻ്റെ അന്ന് പോയത്. നല്ലൊരു വൈബായിരുന്നു, ഫുൾ ലൈറ്റ് ആയിരുന്നു. പക്ഷെ സൂക്ഷിച്ച് നടക്കണം. ഇതുപോലെ ഡക്ക് വാക്ക് ചെയ്താലേ അതിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. മാഷ്മെല്ലോ നമുക്ക് അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിക്കാം. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഓരോ സ്ഥലത്തും ഓരോ വൈബാണ്, നമുക്കിങ്ങനെ കണ്ടു നടക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ അവിടെ അധികം സ്റ്റേ ചെയ്തില്ല, പെട്ടെന്ന് പോന്നായിരുന്നു. Happy Christmas to all and to all a good night. ഈ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് നമുക്ക് സാന്റയ്ക്ക് ലെറ്റർ എഴുതാം. കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുന്നു, എന്നാലും 27 വയസ്സുള്ള ഈ കുട്ടി അത് എഴുതിയിട്ടായിരുന്നു. നമുക്കിത് എഴുതിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഞാൻ എഴുതിയ വിഷസ്. ഇതൊക്കെ സാന്റ നടത്തി തരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനവിടെ ടൈ ചെയ്തിട്ടു. ഇതൊക്കെ ആളുകൾ ടൈ ചെയ്തിട്ടേക്കണതാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്താവുമോ എന്തോ. അപ്പം നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. ഈ ലൈറ്റിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവരോടൊക്കെ നമ്മൾ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. കാരണം നമുക്ക് പാതിര കുർബാനയ്ക്ക് പോകണമായിരുന്നു. പിന്നെ ബാക്ക് ടു ഇന്ന്. അപ്പോൾ ഇന്നത്തെ പരിപാടി കുക്കിംഗ് ആണ്. കുക്കിംഗ് ആണ്. കുറച്ച് കറികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് ബി ആണ് ഞാൻ. ഗ്രൂപ്പ് എ തേങ്ങക്കൊത്തും ബട്ടറും മേടിക്കാൻ വേണ്ടി പുറത്ത് പോയേക്കാണ്. അപ്പം അവർ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. പക്ഷെ അവർ പെട്ടെന്ന് വന്നു. നോക്ക്, ഞാൻ ഇടവേളകൾ ആനന്ദകരമാക്കാൻ പെപ്സി കുടിക്കുകയാണ്. ഗ്രൂപ്പ് എ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഇത്. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടോ. ഈ സബോളയില്ലേ, അതിങ്ങനെ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് ഗ്രൂപ്പ് എയും കൂടി കൊടുത്തു. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തു. ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കറിയും മീൻ കറിയും മീൻ വറുത്തതുമായിരുന്നു. ഇച്ചിനുണ്ടാക്കിയത് ബീഫും പോർക്കും സാലഡും ആയിരുന്നു. അതാകുമ്പോൾ വേഗം തീരും. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഭാരമായിട്ട് തോന്നില്ല. വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതാണ് ബെറ്റർ ഓപ്ഷൻ. എന്താണ് വന്നത്? റെഡിയായത് നിങ്ങളുടെ മുമ്പിൽ സ്വാദിഷ്ടമായ പോർക്കിറച്ചി. ഗ്രൂപ്പ് എയുടെ പോർക്കിറച്ചി റെഡി ഉണ്ട്. ഗ്രൂപ്പ് എ ആണ് ഇതിന് മുന്നിൽ എഴുതി വെക്കുന്നത്. നോട്ടെ ഗ്രൂപ്പ് എക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്രൂപ്പ് അങ്ങനെ നീണ്ട പ്രയത്നത്തിന് ശേഷം നമ്മുടെ വിഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ എടുത്തു ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. നല്ല ഭംഗിയിൽ നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ, കാരണം നല്ല വിശപ്പുണ്ട്. രാവിലെ നമ്മൾ അത്ര ഒന്നും കഴിച്ചില്ല, കാരണം ഉച്ചയ്ക്ക് എന്തായാലും ഹെവി ആയിട്ട് കഴിക്കേണ്ടതാണെന്ന് കരുതി അത്രയും കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ പ്ലേറ്റിലേക്കൊക്കെ വിളമ്പി വന്നപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും കറികളൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കണേ. അപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. കുറേ നാളായി ഇങ്ങനെ എല്ലാ കറികളും കൂട്ടിക്കൊന്ന് കഴിച്ചിട്ട്.
അപ്പോൾ അത്രേ ഉള്ളൂ, അടിപൊളിയായിരുന്നു നമ്മുടെ ഇന്നത്തെ lunch. ഞാൻ ഒറ്റയ്ക്ക് വൈബ് ചെയ്തിരുന്ന് കഴിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇങ്ങനെ ചമ്രം പഠിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് കിട്ടും. കാര്യം ക്രിസ്മസ് കഴിയാറായെങ്കിലും ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. ഈ ഒരു ബീറ്റർ ഞാൻ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് മേടിച്ചു കൊടുത്തതാണ്. അപ്പം എന്തായാലും പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. എന്താവുമോ എന്തോ, കേക്കും ഞങ്ങളും അത്ര അങ്ങോട്ട് യോജിച്ച് പോവില്ല. ഒരു 4 പ്രാവശ്യം പാളിപ്പോയിട്ടുണ്ട്. അപ്പം എന്തായാലും പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് ഇതെങ്കിലും ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിത് ഓവനിൽ കയറ്റാണ്. എന്താവുമോ എന്തോ. കൺഫ്യൂഷൻ ഉണ്ടോ? ഞാനിന്നൊന്നും തുടങ്ങിയാലല്ലോ. എവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനല്ലേ കണ്ണില്ലേ കാണണേ. എന്റെ അകത്തൊരാള് റെഡിയാവുണ്ട്. പക്ഷെ ആ ആള് റെഡി ആയില്ല ഗൈസ്. ആ ആൾ റെഡി ആയില്ല. അത് ഇപ്രാവശ്യം കരിഞ്ഞു. അത് ഇപ്രാവശ്യവും 5ാം തവണയും നമ്മളെ കേക്ക് ചതിച്ചു. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇനിയും നമ്മൾ തിരിച്ചു വരും. ആ ഒരു സങ്കടത്തിൽ നമ്മൾ സൈക്കിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി സങ്കടമൊക്കെ മാറ്റി വരാം. പുറത്തെ ലൈറ്റൊക്കെ കണ്ടു വരുമ്പോഴേക്കും നമ്മുടെ സങ്കടമൊക്കെ മാറും. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും കേക്ക് എയർ ഫ്രയറിൽ വെച്ചു. കുറച്ചും കൂടി ബാറ്റർ ബാക്കി ഉണ്ടായിരുന്നു. ഇത് റെഡി ആയിട്ട് വന്നു. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? കേക്ക് റെഡിയായ ഈ ഒരു ചിരിയോടുകൂടി ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ബൈ.